ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് മൊഡ്യൂൾ 4 കമാൻഡഡ് ഏരിയാസ് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇറിഗേഷൻ എഞ്ചിനീയറിംഗുമായിട്ട് ബേസ് ചെയ്ത കുറേ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആയിരുന്നു കണ്ടിരുന്നത്. ഇനി അതിൻ്റെ കണ്ടിന്യൂഷനായി തന്നെ നമ്മളൊരു ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആർട്ടിഫിഷ്യൽ സപ്ലൈ ഓഫ് വാട്ടറാണ് ഏറ്റവും ബേസ് ഒരു ഡെഫിനിഷൻ പറഞ്ഞത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ സപ്ലൈ ഓഫ് വാട്ടർ കൊടുക്കുമ്പോൾ ഇതിന് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ഏരിയകളുണ്ടല്ലോ. അപ്പോൾ അതിനെ നമ്മൾ പല രീതിയിൽ പല ക്യാരക്ടർ വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആയിരിക്കും ഈ ചാപ്റ്ററിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് പറയാനായിട്ട് ഞാൻ ആദ്യം ഒരു ഫിഗർ വരയ്ക്കാം. സോ ഈ വൈറ്റ് കളറിൽ ഞാൻ കാണിച്ചിരിക്കുന്നതാണ് ഒരു കനാൽ എന്നിരിക്കട്ടെ. ഇതൊരു കനാൽ. ഇത് കനാലാണെങ്കിൽ ഇതിൻ്റെ പരിസര പ്രദേശത്ത് കുറേ ഏരിയ കാണുമല്ലോ കവർ ചെയ്യുന്നത്. ഇങ്ങനെ അതാണ് ഞാൻ ബ്രൗൺ കളറിൽ കുറേ ലാൻഡ് കാണിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ലാൻഡ് ഉണ്ടെങ്കിൽ ഈ ലാൻഡുകളിൽ പല നേച്ചറിലുള്ള കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. ചില സ്ഥലത്ത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയുള്ള യൂട്ടിലിറ്റീസ് കാണും. ചില സ്ഥലത്ത് ഫോറസ്റ്റ് ഇതുപോലെ പിടിച്ച് നിൽക്കുന്നുണ്ടാവും. ചില സമയത്ത് നമ്മുടെ ഹൗസ് കോംപ്ലക്സുകൾ അല്ലെങ്കിൽ റെസിഡൻസുകൾ ഉള്ള സ്ഥലമാവാം. ഇനി മറ്റൊരു സ്ഥലം ഇൻഡസ്ട്രികളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാവും. അപ്പോൾ ഇങ്ങനെ പല ഡിഫറെൻറ്റ് പർപ്പസസിന് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ ഈ കനാലിൻ്റെ നിയർ ബൈ സ്ഥലങ്ങളിൽ കാണും. അപ്പോൾ ഫസ്റ്റ് കമാൻഡ് ഏരിയ നമുക്ക് പഠിക്കാനുള്ളത് GCA അല്ലെങ്കിൽ ഗ്രോസ് കമാൻഡഡ് ഏരിയ. ഇപ്പോൾ ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ കനാൽ. അപ്പോൾ ഇതുവഴി വെള്ളം ഒഴുകുന്നുണ്ട്. ഈ കനാലിൽ കൂടി ഒഴുകുന്ന വെള്ളം വെച്ച് എത്ര ഏരിയയിൽ എനിക്ക് വെള്ളം എത്തിക്കാം എന്ന് പറയുന്ന ആ ഒരു ടേമാണെന്ത് ഗ്രോസ് കമാൻഡ് ഏരിയ. അതായത് ഈ കനാലിൽ കൂടെ ഒഴുകുന്ന വെള്ളത്തിന് മാക്സിമം ഇത്രയും റീച്ച് വരെ വെള്ളം കൊടുക്കാൻ പറ്റും ഈ സ്ഥലവും ഈ സ്ഥലവും. ആ ടോട്ടൽ ഏരിയ ഇത് 1ഉം ഇത് 2 ആണെങ്കിൽ ഏരിയ 1 പ്ലസ് ഏരിയ 2 ഇതാണെന്താ ഗ്രോസ് കമാൻഡഡ് ഏരിയ, മൊത്തം ഏരിയ. അപ്പോൾ അവിടെ ഏത് ടൈപ്പ് ഓഫ് ലാൻഡ് ആണെന്നൊന്നും ഞാൻ നോക്കുന്നില്ല. എന്താ ഈ കനാലിൽ നിന്ന് എത്രമാത്രം ദൂരെ എനിക്ക് വെള്ളം എത്തിക്കാൻ പറ്റും, ആ ലാൻഡ് ഏരിയ എല്ലാം കൂടെ കൂട്ടിയെടുത്താൽ എത്ര വരും, അതാണെന്ത് ഗ്രോസ് കമാൻഡഡ് ഏരിയ. ഇനി ഡെഫിനിഷൻ ഒന്ന് വായിക്കാം. ഗ്രോസ് കമാൻഡഡ് ഏരിയ അഥവാ GCA, ടോട്ടൽ ഏരിയ ലൈങ് ബിറ്റ്വീൻ ഡ്രെയിനേജ് ബൗണ്ടറീസ് വിച്ച് ക്യാൻ ബി ഇറിഗേറ്റഡ് ബൈ എ കനാൽ സിസ്റ്റം. ഒരു കനാൽ സിസ്റ്റത്തിൽ നിന്ന് എത്രമാത്രം ഏരിയ ഇറിഗേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അതിൻ്റെ മറ്റൊരു പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം PSCയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പേരുകൾ, ഡിഫറെൻറ്റ് നെയിംസ്. അപ്പോൾ അയാക്കട്ട് അല്ലെങ്കിൽ ആയക്കട്ടെന്നും നമ്മൾ ഈ ഒരു ഗ്രോസ് കമാൻഡഡ് ഏരിയ പറയാറുണ്ട്. ഇനി ഇതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഞാനിവിടെ പിക്ചർ വരച്ചപ്പോൾ തന്നെ ഞാൻ പല കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പല യൂട്ടിലിറ്റീസ് ഈ ഏരിയയിൽ ഉള്ളതായിട്ട് കാണിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. ഇറ്റ് ഇൻക്ലൂഡ്സ്. അപ്പോൾ ഈ ഒരു ഗ്രോസ് കമാൻഡ് ഏരിയയിൽ എന്തൊക്കെ വരാം? കൾട്ടിവേബിൾ ലാൻഡ് കാണും, ബാരൻ ലാൻഡ് കാണാം, ഫോറസ്റ്റ് കാണാം, പോണ്ട് കാണാം, വെല്ല് കാണാം, ഹൗസ് കാണാം, റോഡ് കാണാം, എന്തും ആവാം. ബേസിക്കലി എന്തും. മിനിമം ഡെഫിനിഷൻ എന്താ? ഈ കനാലിൽ നിന്ന് എത്ര ഏരിയ, മൊത്തം എത്ര ഏരിയയിൽ എനിക്ക് വെള്ളം എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര ഏരിയയിൽ എനിക്ക് ഇറിഗേറ്റഡ് വാട്ടർ എത്തിക്കാൻ പറ്റും, അതാണെന്ത് ഗ്രോസ് കമാൻഡഡ് ഏരിയ. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്താ? കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ. കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ കനാലിലെ വെള്ളം ഇത്രയും ദൂരം എനിക്ക് റീച്ച് മാക്സിമം എത്തിക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ഈ ഹൗസിംഗ് കോംപ്ലക്സ് ഉള്ള സ്ഥലം, ഫോറസ്റ്റ് ഉള്ള സ്ഥലം, റെയിൽവേ ക്രോസിങ്ങുകൾ അല്ലെ റെയിൽ പാളങ്ങളുള്ള സ്ഥലം, ഇൻഡസ്ട്രീസ് ഉള്ള സ്ഥലം, ഈ സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റുമോ? വെള്ളം എത്തിക്കാം കനാലിൽ നിന്നും, പക്ഷെ കൃഷി നടക്കുമോ? ഈ സ്ഥലം ഈ സ്ഥലം ഈ സ്ഥലം ഈ സ്ഥലം ഇല്ല. അപ്പം ടോട്ടൽ നമുക്ക് വെള്ളം എത്തിക്കാൻ കഴിയുന്ന സ്ഥലത്തിൽ നിന്നും കൃഷിക്ക് അനുയോജ്യം അല്ലാത്ത സ്ഥലങ്ങൾ അതിനെ മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് കൃഷിക്ക് അനുയോജ്യമായ കുറേ സ്ഥലം കിട്ടുമല്ലോ. ആ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലം അതിന് പറയുന്ന പേരാണെന്തോ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ. ഇപ്പോൾ ഈ കേസിൽ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എത്ര വരും? ഞാൻ മാർക്ക് ചെയ്താൽ ഇതാ ഈ ഗ്രീൻ വെച്ച് മാർക്ക് ചെയ്യുന്ന സ്ഥലമായിരിക്കും എന്ത് ഇതിൻ്റെ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി ഡെഫിനേഷൻ ഒന്ന് വായിക്കാം. കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എന്താ? ഏരിയ ഓൺ വിച്ച്
കൾട്ടിവേഷൻ ക്യാൻ ബി ഡൺ സാറ്റിസ്ഫാക്ടറിലി. അപ്പം നേരത്തെ ഈ കനാലിൽ നിന്ന് വെള്ളം മുഴുവൻ സ്ഥലത്തും എത്തിക്കുക, പക്ഷേ ഇനി കൃഷി ചെയ്യാൻ പറ്റുന്ന ഏതാ? ഈ ഫുൾ വെള്ളം എത്തിക്കാൻ പറ്റുന്ന ഏരിയ, അതായത് ഗ്രോസ് കമാൻഡഡ് ഏരിയയിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? കൃഷിക്ക് അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങളെ മൈനസ് ചെയ്യണം. അപ്പോൾ ഒരു ഡെഫിനിഷന് നിങ്ങൾക്ക് കിട്ടി. എന്താണ് CCA എന്ന് പറഞ്ഞാൽ? ഗ്രോസ് കമാൻഡഡ് ഏരിയ മൈനസ് അൺകൾച്ചറബിൾ ഏരിയ, അതായത് കൃഷിക്ക് അനുയോജ്യമല്ലാത്തത്. ഇനി അൺകൾച്ചറബിൾ ഏരിയ ഏതാണെന്ന് നിങ്ങൾക്കിപ്പം ഞാൻ ഫിഗർ ചെയ്യുന്ന തന്നെ ഒരു ഐഡിയ കിട്ടിക്കണം. ഏതാ? നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്കാർ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അൺകൾച്ചറബിൾ ഏരിയ ഏതൊക്കെ? ബാരൻ ലാൻഡ്, കൃഷിക്ക്, അതായത് തരിശു ഭൂമി, ഫോറസ്റ്റ്, ലേക്ക്, പോണ്ട്, ഹൗസ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. കാരണം അങ്ങനെ എടുത്ത് പറയാനുള്ള കാര്യം, ചില സമയത്ത് ക്വസ്റ്റ്യനിൽ എടുത്ത് ചോദിക്കും എന്തെങ്കിലും, വിച്ച് വൺ ഓഫ് ദി എമോങ് ദി ഫോളോയിങ് ഈസ് അൺകൾച്ചറബിൾ ഏരിയ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റണം. ബേസിക് സെൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് CCA. ഇപ്പോൾ നമ്മൾ പഠിച്ച 2 ആൾക്കാരാ, ഗ്രോസ് കമാൻഡഡ് ഏരിയ, കൾച്ചറബിൾ കമാൻഡ് ഏരിയ. ഇനി കൾച്ചറബിൾ കമാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കനാലിൽ നിന്നും വെള്ളം എത്തിക്കാൻ പറ്റുന്ന ഏരിയയിൽ എത്രമാത്രം കൃഷിക്ക് അനുയോജ്യമാണ് എന്ന് കിട്ടി. ഓക്കെ, അത് സപ്പോസ് ഇതാണെന്ന് വെച്ചോ. CCA 100 ഹെക്ടർ ഞാൻ ചുമ്മാ എടുക്കും. ഇത്രയാണ് മൊത്തം കൃഷിക്ക് അനുയോജ്യമായ ഏരിയ. ഇത് കൃഷിക്ക് അനുയോജ്യമാണ് എന്ന് പറഞ്ഞ് എല്ലാ സമയവും എല്ലാ സീസണിലും ഈ മുഴുവൻ ഏരിയയിലും കൃഷി ചെയ്യണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ഇല്ല. കാരണം കൃഷിക്ക് അനുയോജ്യം ഇത്രയും. പക്ഷെ എന്ന് പറഞ്ഞ് ഒരു സാധനം അനുയോജ്യമാണെന്ന് പറഞ്ഞ് എല്ലാം നമ്മൾ അറ്റ് എ ടൈം ഉപയോഗിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. എൻ്റെ പല കണ്ടീഷൻസ്, ഫിനാൻഷ്യൽ കണ്ടീഷൻ ആവാം, അതിൻ്റെ ഫെർട്ടിലിറ്റി കണ്ടീഷൻ ആവാം, അങ്ങനെ പല കണ്ടീഷൻ അനുസരിച്ച് ഈവൻ ദോ ഈ 100 ഹെക്ടറും കൃഷിക്ക് അനുയോജ്യമാണെങ്കിലും ഞാൻ കൃഷി ഈ 100 ഹെക്ടറിലും ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അത് ഡിപ്പെൻസ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ CCA തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയയും കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയയും. അതായത് ഈ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലത്ത് നിന്നും ഞാൻ കൃഷി ചെയ്യുന്ന സ്ഥലത്തിന് എന്ത് പറയും? കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ. മറ്റേതെന്താ? കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ. ഓക്കെ, ഇറ്റ് ഇസ് എ പോർഷൻ ഓഫ് CCA ഇൻ വിച്ച് ക്രോപ്പ് ഈസ് നോട്ട് സോൺ ഇൻ എ പർട്ടിക്കുലർ സീസൺ. ഒരു സീസണിൽ ക്രോപ്പ് സോ ചെയ്യാത്തതിനാണ് എന്ത് പറയുന്നത്? കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ്. ക്രോപ്പ് ഗ്രോ ചെയ്യുന്ന ഏരിയയ്ക്ക് എന്ത് പറയാം? കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ. ഈ ഒരു എക്സാമ്പിളിൽ 100 ഹെക്ടർ കൾച്ചറബിൾ കമാൻഡ് ഏരിയ ആണെങ്കിൽ, സപ്പോസ് ഞാൻ എൻ്റെ ഈ പച്ച കളറിൽ കാണിക്കുന്നതാണ് ഇതിൻ്റെ കൃഷി ചെയ്ത സ്ഥലമെന്ന് വെച്ചോ. ഇത്ര ഏരിയ ഞാൻ കൃഷി ചെയ്തുള്ളൂ. അത് ഞാൻ എക്സാമ്പിൾ ഒരു 25 ഹെക്ടറാന്ന് വെച്ചോ. ഇത്രയും ഭാഗത്തേ ഞാൻ കൃഷി ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ കൾട്ടിവേബിൾ ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര? 25 ഹെക്ടർ. ബാക്കി കൾച്ചറബിൾ അൺകൾട്ടിവേബിൾ ഏരിയ എത്ര? ബാക്കി 100 - 25 എത്ര? 75 ഹെക്ടർ. ഞാൻ അത് എടുത്ത് എഴുതാനുള്ള കാര്യം, ചില സമയത്ത് ന്യൂമറിക്കൽ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പല എക്സാമിനും ചോദിച്ചാണ്. സിമ്പിളായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, കൾച്ചറബിൾ കൾട്ടിവേബിൾ എന്നും പറയും, കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് എന്നും പറയും. അത് ഡിപ്പെൻസ്. ഓക്കെ, അപ്പോൾ ആ ഏരിയയും കഴിഞ്ഞു. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ. അപ്പോൾ ആദ്യം നമുക്ക് ഡെഫിനേഷൻ വായിച്ചിട്ട് പോവാം. ഡെഫിനേഷൻ എന്താണ്? ഇറ്റ് ഈസ് എ പെർസെൻറ്റേജ് ഓഫ് CCA proposed to be irrigated during either a crop season or throughout an year. ഇപ്പോൾ ഇവരുടെ ഡെഫിനേഷൻ ഫാൻസി ആയിട്ടുള്ളൊരു ഇക്വേഷനൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതെന്താണെന്ന് പലർക്കും അറിയത്തില്ല. നമുക്കത് കൃത്യമായിട്ട് അറിയണം. കാരണം ഇതിനെ ബേസ് ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പോലും പലപ്പോഴും വരുന്നത് കാണാം, പലരും തെറ്റിക്കുന്നതും കാണാം ബൈ ഹാർട്ട് പഠിച്ച്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എഗെയിൻ ബാക്ക് ടു ഡെഫിനേഷൻ പോവാം. നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഗ്രോസ് കമാൻഡഡ് ഏരിയ പഠിച്ചു, കൾച്ചറബിൾ കമാൻഡ് ഏരിയ പഠിച്ചു, അതിൻ്റെ 2 സ്പ്ലിറ്റപ്പും പഠിച്ചു. അപ്പോൾ നമുക്ക് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ ആണ് ഇമ്പോർട്ടൻറ്റ്. കാരണം അതാണല്ലോ കൃഷിക്ക് ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം ഏരിയ. സപ്പോസ് ഞാനത് ഒന്നുകൂടെ വരയ്ക്കുന്നു. ഇതാണ് എൻ്റെ കൾച്ചറബിൾ കമാൻഡ് ഏരിയ. ഇതൊരു 100 ഹെക്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള നമ്മുടെ 2 സീസൺ ഏതൊക്കെയാണ്? റാബി സീസണും
ഖാരിഫ് സീസണും ആണല്ലോ. അപ്പോൾ അത് ഈ 2 സീസൺ. റാബി സീസണിൽ അപ്പോൾ നമ്മൾ ഈ ഒരു കൾച്ചറൽ കമാൻഡ് ഏരിയയിൽ ഞാൻ കൃഷി ചെയ്യാൻ പോവുക. അപ്പോൾ ഞാൻ റാബി സീസണിൽ ഇവിടെ കൃഷി ചെയ്യുക. റാബി സീസണിൽ ഞാൻ കൃഷി ചെയ്യുന്നു. ഇതാ എൻ്റെ കയ്യിലുള്ള പൈസയുടെയും ഒക്കെ ബേസിസിൽ ഞാൻ ഇത്ര ഏരിയയാണ് റാബി സീസണിൽ കൾട്ടിവേറ്റ് ചെയ്തത്. അത് ഞാൻ പറയുന്നു 50 ഹെക്ടർ. അപ്പോൾ റാബി സീസണിൽ എന്ത് ചെയ്തു? ഈ ടോട്ടൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയയിൽ 50 ഹെക്ടറിൽ ഞാൻ എൻ്റെ ക്രോപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ കൃഷി ചെയ്തു മാറി. ഇപ്പോൾ റാബി സീസൺ മാത്രം. ഇപ്പോൾ റാബി സീസണിൽ കൾട്ടിവേറ്റ് ചെയ്ത ഏരിയ എത്ര? 50 ഹെക്ടർ. ഇപ്പോൾ റാബി സീസൺ കൾട്ടിവേറ്റ് ചെയ്ത് എൻ്റെ വിളവൊക്കെ എടുത്ത് കഴിയുമ്പം പിന്നെ ഭൂമി ക്ലിയർ ആവുമല്ലോ, ക്രോപ്പൊക്കെ പോയി. ഓക്കെ. ഇനി അടുത്ത ഖാരിഫ് സീസൺ, തൊട്ടടുത്ത സീസൺ ഖാരിഫ് വന്നു. ഖാരിഫ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഇതൊക്കെ വന്നിട്ട് ആ റാബി സീസണിൽ കൾട്ടിവേറ്റ് ചെയ്ത അത്ര എമൗണ്ട് ഓഫ് പൈസ എൻ്റെ ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ മിച്ചം വന്ന വളരെ കുറച്ച് പൈസയ്ക്ക് മാത്രമേ ഞാൻ കൃഷി ചെയ്യുന്നുള്ളൂ. അതായത് ടോട്ടൽ ഈവൻ ദോ 100 ഹെക്ടറിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഞാൻ ആകെ ചെറിയതാ ഇത്ര ഒരു തുണ്ട് ഭൂമിയിൽ മാത്രമേ കൾട്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ. അത് ഞാൻ പറയുന്നു 25 ഹെക്ടർ. ഇപ്പോൾ ഖാരിഫ് സീസണിൽ മൊത്തം എത്ര? 25 ഹെക്ടർ മാത്രമാണ് കൃഷി ചെയ്തത്. ഓക്കെ. ഖാരിഫ് സീസണും കൾട്ടിവേഷനൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ക്രോപ്പും ഹാർവസ്റ്റൊക്കെ ചെയ്ത് എടുത്തു. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഓക്കെ. അപ്പം റാബിയും ഖാരിഫും ആയപ്പോൾ ഓൾമോസ്റ്റ് ഒരു വർഷം കഴിഞ്ഞെന്നിരിക്കട്ടെ. ഇനി ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്താ നമുക്ക് മനസ്സിലാക്കി തരുന്നത്? ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ നമുക്ക് ശരിക്കും മനസ്സിലാക്കി തരുന്നത് ഈ കൃഷിക്ക് അനുയോജ്യമായ ഭൂമി അല്ലെങ്കിൽ കൃഷിക്ക് അനുയോജ്യമായ മാക്സിമം ഏരിയ നമ്മൾ എത്രമാത്രം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തു, എത്രമാത്രം നമുക്ക് അതിൽ നിന്ന് ഉള്ള ഔട്ട്പുട്ട് എടുക്കാൻ സാധിച്ചു ഇൻ എ ഇയർ എന്നുള്ളതാണ് ആര് മനസ്സിലാക്കി തരുന്നത്? ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ. ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ CCA കൾച്ചറബിൾ കമാൻഡ് ഏരിയ. കാരണം അതെത്ര നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തൊന്നല്ലേ. ഇപ്പോൾ ഡിനോമിനേറ്റർ CCA വരും. ന്യൂമറേറ്ററിൽ ഈ ആനുവലി, അതായത് ഒരു വർഷത്തിലുടനീളം നിങ്ങൾ എത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്തു അതെല്ലാം കൂടെ കൂട്ടിയെടുക്കണം. ഇപ്പോൾ എന്ത് വരും? റാബി സീസണിൽ എത്ര എടുത്തു? 50. ഖാരിഫ് സീസണിൽ എത്ര എടുത്തു? 25. ഇൻറ്റു ശതമാനത്തിലാണ് പറയുന്നത്, അതുകൊണ്ട് ഇൻറ്റു 100%. ഇവിടെ CCA നമുക്കറിയാം എത്ര? 100 ഹെക്ടർ. അപ്പോൾ എല്ലാം കൂടെ എത്ര വരും? 75/100 × 100 എത്ര വരും? ഈ കേസിൽ 75%. ഇതാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തോ നമുക്ക് മനസ്സിലാക്കി തന്നു. ഈ ഒരു ടോട്ടൽ കൃഷിക്ക് അനുയോജ്യമായ ഭൂമി 100 ഹെക്ടർ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ആ വർഷം ഇതിനെ എത്ര വൃത്തിക്ക് ഞാൻ ഉപയോഗപ്പെടുത്തി, ഇതിനെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഈവൻ ദോ 100 ഹെക്ടർ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ 75% ആ വർഷത്തിൽ മൊത്തത്തിൽ ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൂ. അപ്പം കമ്പയർഡ് ടു ഇത് മൊത്തം കൃഷി ചെയ്തിരുന്നെങ്കിൽ എന്താ കുറച്ച് എഫിഷ്യൻസി അല്ലെങ്കിൽ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതനുസരിച്ച് അടുത്ത വർഷം നമുക്ക് എന്ത് ചെയ്യാം? പ്ലാൻ ചെയ്യാം. അപ്പോൾ ബേസിക്കലി എൻ്റെ കൃഷിക്ക് അനുയോജ്യമായ ഭൂമി ഞാൻ എത്രമാത്രം എഫക്റ്റീവ്ലി യൂസ് ചെയ്തു എന്നുള്ള ഐഡിയ ആണ് ആര് തരുന്നത്? ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ. ഇത് 75%. നമുക്ക് ഡെഫിനിഷൻ ഒന്ന് വായിച്ചിട്ട് ഇതിൻ്റെ ഒരു കേസ് കൂടെ നോക്കാം. ഇനിയും വായിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ. ഇറ്റ് ഈസ് എ പെർസെൻറ്റേജ്. അപ്പോൾ പെർസെൻറ്റേജ് ആയതുകൊണ്ടാണ് ഇൻറ്റു 100% ചെയ്തത്, ഇൻറ്റു 100 ചെയ്തത്. അപ്പോൾ ഓക്കെയാണ്. ഇറ്റ് ഈസ് എ പെർസെൻറ്റേജ് ഓഫ് CCA പ്രപ്പോസ് ടു ബി ഇറിഗേറ്റഡ് ഡ്യൂറിങ് എയ്തർ എ ക്രോപ്പ് സീസൺ ഓർ ത്രൂ ഔട്ട് ആൻ ഇയർ. അപ്പം ഒരു വർഷത്തിലുടനീളം മൊത്തത്തിൽ ഈ CCAയുടെ എത്ര ഏരിയ ആണ് അല്ലെങ്കിൽ എത്ര ഭാഗമാണ് ഇറിഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആര് തരുന്നത്? ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ. ഫോർമുല നോക്കിയേ. ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ ഡിനോമിനേറ്റർ CCA, ഏരിയ ഇറിഗേറ്റഡ് ത്രൂ ഔട്ട് എ ഇയർ എന്നുണ്ട്. ഏരിയ ഇറിഗേറ്റഡ് ത്രൂ ഔട്ട് എ ഇയർ. ചുമ്മാ ഏരിയ ഇറിഗേറ്റ് ഏതെങ്കിലും സീസണിൻ്റെ അല്ല, ത്രൂ ഔട്ട് മൊത്തം വർഷത്തിൽ എത്ര ഉണ്ട്. അപ്പോൾ നമ്മൾ കൂട്ടി എടുക്കണം. നമ്മളിപ്പോൾ എക്സാമ്പിളിൽ കണ്ടു. ഇത്രേ ഉള്ളൂ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ. ഓക്കെ. അപ്പോൾ ഈ എക്സാമ്പിൾ എടുത്തപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ 75% ആയി. അപ്പോൾ ചോദ്യം, ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷന് വാല്യൂ ലെസ് ദാൻ 100% ആയിരിക്കുമോ, ഈക്വൽ ടു 100% ആയിരിക്കുമോ, 100%ത്തിൽ കൂടുതൽ പോകാമോ? എന്തായിരിക്കും നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ? നിങ്ങളുടെ കമൻസിൽ നിങ്ങളുടെ ഐഡിയ ഇടുക. അതിനുശേഷം ബാക്കി വാച്ച് ചെയ്യുക. അത് മനസ്സിലാക്കാൻ നമുക്കൊരു രണ്ടാമതൊരു കേസ് എടുക്കാം. അപ്പോൾ ഇത് അദ്ദേഹത്തിന് ക്യാഷിനൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ പുള്ളി എന്ത് ചെയ്യുക?
ആദ്യം റാബി സീസണിൽ 100%, അതായത് ഈ ഒരു 100 ഹെക്ടറിൽ മൊത്തത്തിൽ എന്ത് ചെയ്യുക, കൃഷി ചെയ്യുക, ഫുൾ ഏരിയയിലും കൃഷി ചെയ്തു. അപ്പോൾ റാബി സീസണിൽ ഞാൻ കേസ് 2 എടുക്കുക. റാബി സീസണിൽ 100 ഹെക്ടറും കൃഷി ചെയ്ത് മാറി. അടുത്ത ഖാരിഫ് സീസൺ വരിക. ഖാരിഫ് സീസണിൽ വന്നപ്പോഴും അദ്ദേഹത്തിന് ഇത് മൊത്തം 100 ഹെക്ടറിലും കൃഷി ചെയ്യണമെന്ന് തോന്നി, അല്ലെങ്കിൽ ആഗ്രഹമുണ്ട്. പക്ഷേ സപ്പോസ് അതിൻ്റെ ഒരു 75 ഹെക്ടറേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ ഒരു 25% എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ വർഷം കൃഷിക്ക് അനുയോജ്യമല്ല. അതായത് അവിടെ ഫെർട്ടിലിറ്റി കുറവ്, അങ്ങനെ എന്തെയോ കാര്യം കൊണ്ട് കൃഷിക്ക് അനുയോജ്യമല്ല എന്ന് മനസ്സിലായി. അപ്പോൾ പുള്ളി ആ 25% ഇട്ടില്ല, പറ്റുന്ന മാക്സിമം അടുത്ത ഖാരിഫിലിട്ടു. അപ്പോൾ അതൊരു 75 ഹെക്ടറാന്നിരിക്കട്ടെ, 75 ഹെക്ടർ. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ കേസിൽ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പം പറഞ്ഞ കേസ് 2 ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് എന്ത് വരും? ഡിനോമിനേറ്റർ എപ്പോഴും എന്തു, കൾച്ചറബിൾ കമാൻഡ് ഏരിയ, അത് എത്രയാണ്? 100 ഹെക്ടർ. മോളിൽ റാബി സീസണിൽ 100 ഹെക്ടർ, ഖാരിഫ് സീസണിൽ 75 ഹെക്ടർ ഇൻറ്റു ശതമാനമൊക്കെ 100%. എത്ര വരും? 175%. എന്തായി? 100%-ത്തിലും മുകളിൽ പോയി. അതായത് എന്തു, മൊത്തം കൃഷിക്ക് അനുയോജ്യമായുള്ള ഏരിയ എന്തു 100 ഹെക്ടർ. പക്ഷെ ഞാൻ മൊത്തം ആ വർഷം കൃഷി ചെയ്ത ഏരിയ നോക്കി 175. അതായത് നന്നായിട്ട് ആ ഏരിയ മാക്സിമം നന്നായിട്ട് ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചു അല്ലേ? അപ്പോൾ അതാണ്. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? ആ ഒരു കൃഷിഭൂമി എത്ര വൃത്തിക്ക് ഞാൻ അതിൻ്റെ മാക്സിമം ഊറ്റിപ്പിഴിഞ്ഞ് എത്രത്തോളം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചോ, അതാണ് ആര് മനസ്സിലാക്കി തരുന്നത്? CC. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ ഇത്രയും സമയം അവിടെ ചിലവഴിച്ചത് നിങ്ങൾ ക്വസ്റ്റ്യൻസൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ പലർക്കും ഡൗട്ടാണ്, പലരും ബൈഹാർട്ട് ചെയ്ത് ചെയ്യുന്നതാണ്. പക്ഷെ വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ടേം ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ. എന്താണ് ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ? ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ നമ്മൾ ഇനിയും മറ്റൊരിടത്ത് കാണും. തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുക, ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു കൃഷിഭൂമി 3D വ്യൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ക്രോപ്പുകൾ നിൽക്കുക. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ വേരുകൾ മണ്ണിനകത്തോട്ടുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം, അല്ലെങ്കിൽ കൃഷിക്ക് ആവശ്യമായ വെള്ളം ഈ ഒരു പാഡി ഫീൽഡ് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ ഞാൻ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അന്നേരം ഇത് ഫുൾ ഇരിക്കട്ടെ. ഓക്കെ, ഫുൾ നിറഞ്ഞിരിക്കുക. അപ്പോൾ കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ ചെടി എന്ത് ചെയ്യും? ചെടി മണ്ണിലുള്ള ഈ വാട്ടറിനെ എന്ത് ചെയ്യും? വലിച്ചെടുത്തിട്ട് അതിനെ ഫോട്ടോസിന്തസിസ് നടത്തും. കുറച്ച് വെള്ളം എന്ത് ചെയ്യും? ട്രാൻസ്പിറേഷനിലൂടെ വെളിയിലേക്ക് കളയും. അങ്ങനെയാണല്ലോ പ്രോസസ്സ് നടക്കുന്നത്. അടുത്ത ചെടിയും വലിച്ച് കുറേ ഫോട്ടോസിന്തസിസ് എടുക്കും, കുറച്ച് എന്ത് ചെയ്യും? ട്രാൻസ്പിറേഷനിലൂടെ വെളിയിൽ കളയും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഭൂമിക്ക് അടിയിൽ നിന്ന് കുറേ വെള്ളം ചെടി വലിച്ചെടുക്കും. ചെടി വലിച്ചെടുത്താൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഗ്രൗണ്ടിലുള്ള വെള്ളത്തിൻ്റെ അളവ് കുറയുമല്ലോ. അപ്പോൾ ഈ ലെവലിൽ നിന്നും കുറയുക. ഈ ലെവലിൽ നിന്നും കുറഞ്ഞു, ഈ ലെവലിലേക്ക് എത്തി, കുറഞ്ഞു. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്താൽ എന്ത് പറ്റും? വീണ്ടും വെള്ളം വലിച്ചെടുത്തോണ്ട് വെള്ളം വലിച്ചെടുത്ത് എന്ത് ചെയ്യും? കുറയും. വീണ്ടും വെയിറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? ഫുൾ പോവും. അപ്പോൾ ഗ്രൗണ്ടിൽ മാക്സിമം ചെടിക്ക് എടുക്കാൻ പറ്റുന്ന വെള്ളം എല്ലാം വലിച്ചെടുത്തു. എന്നിട്ടും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തില്ല, എന്ത് പറ്റും? ചെടി വാടി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? അതിന് പറയുന്നത് വിൽട്ടിങ് എന്നാണ് ഇംഗ്ലീഷ് വാക്ക്. വാടി നിൽക്കുന്നതിന് ചെടി വാടി നിൽക്കും, വാടും. ചെടി വാടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എന്താണോ അതിന് ശരിക്കും തരാൻ പറ്റുന്ന പ്രൊഡക്ടിവിറ്റി അത്രയും തരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ ചെടി നട്ടാലും എന്ത് ചെയ്യും? കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ആ അതായത് ഒരു വട്ടം വെള്ളം ഒഴിച്ചിട്ട് ഇനി എത്ര സമയം വിട്ടിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്, അത് നമ്മളെങ്ങനെ ജഡ്ജ് ചെയ്യുന്നത്? വീട്ടിലൊക്കെ നമ്മൾ ചെടി നടുമ്പോൾ നമുക്കറിയാം, ഓക്കെ ഇത് ഇത്ര സമയത്തിനുള്ളിൽ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇത് വാടുമെന്ന് നമുക്കറിയാം. അത് അൺകോൺഷ്യസ് അല്ല, ഇത് കണ്ട് എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇത് സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ നമ്മൾ ടെക്നിക്കലി നോക്കുമ്പോൾ അതിനൊരളവുണ്ട്, നമുക്ക് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാം എത്ര സമയം കഴിഞ്ഞാണ് നമ്മൾ ശരിക്കും വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അഗെയിൻ ബാക്ക് ടു ഞാൻ ഫുൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം കുറഞ്ഞു.
വെള്ളം കുറഞ്ഞു. ഇത്രയും കുറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഇപ്പോൾ ഒഴിച്ചു കൊടുത്താൽ ചെടിക്ക് വലിയ തട്ടുകേടില്ല, വീണ്ടും എന്ത് ചെയ്യും, നല്ലതായിട്ട് വളരും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും രണ്ടാമത് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടോട്ടൽ വെള്ളം, അതിവിടെ ഉള്ള ടോട്ടൽ എമൗണ്ട് ഓഫ് വെള്ളം, ഞാനത് ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ, ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് എഴുതുന്ന ഡെഫിനിഷനാണ്. നമ്മളിനി മറ്റൊരു മൊഡ്യൂളിൽ ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഡിവൈഡഡ് ബൈ എത്ര ഒരു ദിവസം ഈ ചെടി എത്രമാത്രം വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ചെടിയുടെ ഉപയോഗത്തിനാണല്ലോ കൺസംപ്റ്റീവ് യൂസ് എന്ന് പറയുന്നത്. ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ ബൈ കൺസംപ്റ്റീവ് യൂസ് പെർ ഡേ. ഈ ഡെപ്ത് യൂഷ്വലി മില്ലിമീറ്ററിലാണ് എടുക്കുന്നത്. കൺസംപ്റ്റീവ് യൂസ് പെർ ഡേ യൂഷ്വൽ യൂണിറ്റ് പെർ ഡേ. അപ്പോൾ കട്ട് ചെയ്ത് പോയിട്ട് എന്ത് കിട്ടും, ഡേ അല്ലെങ്കിൽ ഒരു ദിവസത്തിലായിരിക്കും കിട്ടുന്നത്. അപ്പം ഫ്രീക്വൻസി കിട്ടി. ആദ്യം ഇത്ര വെള്ളം ഒഴിച്ചു, പിന്നീട് അടുത്ത എത്ര ദിവസത്തിന് ശേഷം വേണം വെള്ളം ഒഴിക്കാൻ, ആ ഒരു ഡേയ്സ് കിട്ടും. അതിനാണ് എന്ത് പറയുന്നത്, ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ. ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ ഈസ് നെറ്റ് ഡെപ്ത് ഓഫ് ഇറിഗേഷൻ ബൈ കൺസംപ്റ്റീവ് യൂസ് എന്ന് പറഞ്ഞാൽ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് വാട്ടറിങ്. ഇന്ന് വെള്ളം ഒഴിച്ചു, അടുത്ത എത്ര സമയം കഴിഞ്ഞ് വേണം വെള്ളം ഒഴിക്കാൻ, അതാണ് എന്ത്, ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ. ഇത് നിങ്ങൾക്കൊരു 75% മനസ്സിലായി കാണും ഈ പറഞ്ഞത്. ഞാൻ ഇച്ചിരി ഫാസ്റ്റായിട്ട് പറഞ്ഞത്, തൽക്കാലം അത്രയും മതി. ഇത് ഈ ഡെപ്തിൻ്റെ കേസൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ 2-3 ടേംസ് കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അത് നമ്മുടെ പ്ലാന്റ് സോയിൽ വാട്ടർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, നെക്സ്റ്റ് 2 ഫാക്ടർ നമുക്ക് നോക്കാനുള്ളത് ടൈം ഫാക്ടറും കപ്പാസിറ്റി ഫാക്ടറും. ടൈം ഫാക്ടർ ഇത് 2 ടേം എന്നേ ഉള്ളൂ, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്രയും മാത്രം മതി, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ടൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതൊരു കനാലാണെന്ന് വെച്ചോ. കനാലിൽ നമ്മൾ എപ്പോഴൊക്കെ വെള്ളം കൊടുക്കുന്നത്, ബേസിക്കലി ചെടിക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ചെടിക്ക് ഇറിഗേഷൻ വേണ്ടുന്ന ഫുൾ സമയം എന്ത് ചെയ്യണം, വെള്ളം കൊടുക്കണം. കുറച്ചുകൂടെ ഇതായിട്ട് പറയാം. ഓക്കെ, ഇതൊരു ഫീൽഡ്. ഈ ഫീൽഡിലേക്കൊരു കനാലുണ്ട്, ഇതൊരു റിവർ. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ ക്രോപ്പ് വളരും. ഐഡിയലി എന്ത് ചെയ്യണം, ഇറിഗേഷൻ എപ്പോഴൊക്കെ കൊടുക്കണം, ഈ ചെടി ഇവിടെ വളരുന്ന മുഴുവൻ സമയവും എന്ത് ചെയ്യണം, ഇതുവഴി വെള്ളം കൊടുക്കാൻ റെഡി ആയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഞാൻ ഈ ഒരു കനാൽ ഡിസൈൻ ചെയ്യാൻ. ഇപ്പോൾ ടൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു ക്രോപ്പ് ഈ ഒരു ക്രോപ്പ് വളരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ക്രോപ്പിന് ഇറിഗേഷൻ ആവശ്യമായ സമയം, ഈ ഒരു ക്രോപ്പിന് ഇറിഗേഷൻ ആവശ്യമായ സമയം എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് മൊത്തം വളരാൻ എടുക്കുന്ന സമയം. അതിൻ്റെ പേര് നമുക്കറിയാം, എന്താണ്, ബേസ് പീരീഡ്. ശരിക്കും ഈ ബേസ് പീരീഡ് ഫുൾ എന്ത് ചെയ്യണം, ചെടിക്ക് വെള്ളം ആവശ്യമാണ്. പക്ഷെ എന്ന് പറഞ്ഞ് ഈ ചെടിക്ക് ബേസ് പീരീഡിൽ മുഴുവൻ സമയവും ഞാൻ ഈ കനാലിൽ കൂടെ വെള്ളം കൊടുക്കണം, വേണ്ട. നമ്മൾ തൊട്ട് മുമ്പ് ഫ്രീക്വൻസിയിൽ പറഞ്ഞു, എന്ത്, ഒരു വട്ടം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം നമുക്കൊരു സമയമുണ്ട്, കാരണം മണ്ണിലുള്ള വെള്ളം ചെടി വലിച്ചെടുക്കാൻ, അതിന് ശേഷം പിന്നെ രണ്ടാമത് കൊടുത്താൽ മതി. ഒരു ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ നമുക്കുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം, വേണമെങ്കിൽ എന്ത് ചെയ്യുക, കനാലിലൂടെ വെള്ളം ഒഴുക്കാതിരിക്കുക ആ സമയം. കാരണം കനാൽ നമുക്ക് 24/7 ഹോൾ ഇയർ ഡയറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അവിടെ എന്തെങ്കിലും മെയിൻ്റനൻസോ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് വെള്ളം വേണ്ടുന്ന സമയത്ത് മാക്സിമം കൊടുത്തിട്ട് വേണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഷട്ട് ഡൗൺ ഒക്കെ ചെയ്ത് അത് ക്ലീൻ ചെയ്ത്, അത് ഏത് സമയത്താണ്, ഈ ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ ആ പീരീഡ് എന്ത് ചെയ്യുക, ഇതൊന്ന് മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ട് വീണ്ടും വെള്ളം കൊടുക്കുക. ടൈം പീരീഡ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ. അപ്പോൾ റേഷ്യോ ആണല്ലോ, ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ഇറിഗേഷൻ. അത് ചെടിക്ക് ബേസിക്കലി അത് ബേസ് പീരീഡ് എന്ന് വേണമെങ്കിൽ പറയാം. ടോട്ടലി ചെടിക്ക് മൊത്തം ഇറിഗേഷൻ പീരീഡിൽ എത്ര ദിവസമാണ് മൊത്തം വെള്ളം വേണ്ടിയിരുന്നത്. ന്യൂമറേറ്ററിൽ എന്ത് പറയും, നമ്പർ ഓഫ് ഡേയ്സ് കനാൽ ഹാസ് ആക്ച്വലി റൺ. ആ ഡിഫറൻസ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ന്യൂമറേറ്ററിൽ എന്താ പറയുന്നത്,
ഈ കനാലിലൂടെ ശരിക്കും ഞാൻ എത്ര ദിവസം വെള്ളം ഒഴുക്കി ഡിവൈഡഡ് ബൈ ശരിക്കും എത്ര സമയം ഒഴുക്കണമായിരുന്നു. ആ എത്ര സമയം ഒഴുക്കണമായിരുന്നു എന്ന് തീരുമാനിക്കുന്ന ആരാ? ഫീൽഡിലെ ക്രോപ്പ്. ഇപ്പോൾ ഫീൽഡിലെ ക്രോപ്പിൻ്റെ ബേസ് പീരീഡ് 50 ദിവസം വന്നിരിക്കട്ടെ. ഫീൽഡിലെ ക്രോപ്പിൻ്റെ ബേസ് പീരീഡ് 50 ദിവസം. ഇതെല്ലാം എക്സാമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ ഇറിഗേഷൻ പീരീഡ് എന്ത് 50 ദിവസം. ഈ കനാലിൽ കൂടെ 50 ദിവസം എന്ത് ചെയ്യണം? ഞാൻ വെള്ളം കൊടുക്കേണ്ടതാണ്. പക്ഷേ നമുക്ക് ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാം? എനിക്ക് മൊത്തം 50 ദിവസം കൊടുക്കേണ്ടി വരത്തില്ല. സപ്പോസ് ഇതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ 3 ദിവസം വന്നിരിക്കട്ടെ. ഇതെല്ലാം എക്സാമ്പിളാണ്. ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ 3 ദിവസം, 3 അല്ല 5 ദിവസം ഇരിക്കട്ടെ. അപ്പം കാൽക്കുലേഷൻ എളുപ്പമാവും. ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ 5 ദിവസം വന്നിരിക്കട്ടെ. ഇപ്പോൾ ഓരോ 5 ദിവസം കൂടുമ്പം ഞാൻ കൊടുത്താൽ മതി. ഇപ്പോൾ കനാലിൽ കൂടെ എന്ത് ചെയ്യുക? ആദ്യത്തെ ദിവസം വെള്ളം ഒഴുകി, പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ഒഴുക്കിയാൽ മതി. ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് എന്ത് പറയാം? ടൈം ഫാക്ടർ. ഈ കേസിൽ മൊത്തം ഒഴുക്കേണ്ടിയിരുന്നത് ഇറിഗേഷൻ പീരീഡ് 50 ദിവസം. മൊത്തം എത്ര ഒഴുക്കുന്നുള്ളൂ? ഒരു 10 ദിവസം ഒഴുക്കിയാൽ മതിയാവും. കാരണം ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ 5 അല്ലേ. ആദ്യത്തെ ദിവസം കഴിഞ്ഞ് പിന്നെ 5ാമത്തെ ദിവസം, പിന്നെ അടുത്ത 10ാമത്തെ ദിവസം, 15ാമത്തെ ദിവസം, അങ്ങനെ മൊത്തം എത്ര ചെയ്താൽ മതി? മൊത്തം 10 ദിവസം ഒഴുക്കിയാൽ മതി. അപ്പോൾ ഇവിടെ എത്ര വരും? 1/5.2. ഇതായിരിക്കും ടൈം ഫാക്ടർ. ഓക്കെ. യൂഷ്വലി അധികം ന്യൂമറിക്കലൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ഈ ഡെഫിനിഷൻ അതുപോലെ അല്ലെങ്കിൽ ഇക്വേഷൻ പിക്ക് ചെയ്യാനേ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. ഇനി കപ്പാസിറ്റി ഫാക്ടർ ഉണ്ട്. കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ, ഇതും കനാലിനെ ബേസ് ചെയ്തുള്ളൊരു ടേം. ഞാൻ എൻ്റെ കനാൽ, നമുക്കറിയാം എപ്പോഴും ഒരു കാര്യം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ഒക്കെ ഇട്ടിട്ടല്ലേ ഡിസൈൻ ചെയ്യുന്നത്. സപ്പോസ് ഇതാണ് കനാലെന്ന് വെച്ചു. ഓക്കെ, ഇതാണ് കനാൽ. അപ്പോൾ ഈ കനാലിൽ കൂടെ ഞാൻ ഡിസൈൻ ചെയ്യുന്നത് എന്തു? ഒരു 10 മീറ്റർ ക്യൂബ് വെള്ളം ഇതുവഴി ഒഴുകി പോകാൻ വേണ്ടിയാണ് ഞാൻ ഡിസൈൻ ചെയ്തത്. അതറിയാം. അതെന്ന് വെച്ചാൽ വേസ്റ്റ് കേസ്. ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ചെടിക്ക് എന്ത് കാണത്തില്ല? ഇത്രയൊന്നും വേണ്ടി വരത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓൺ ആൻ ആവറേജ് കനാലിൽ കൂടി ഇത്രയും m³ ഒഴുക്കത്തില്ല. ഓൺ ആൻ ആവറേജ് നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഓൺ ആൻ ആവറേജ് ഈ ഡെപ്തിലേ ഒഴുക്കത്തുള്ളൂ. ഒരു 7 m³ ഒക്കെ ഓൺ ആൻ ആവറേജ് ഇതുവഴി വെള്ളം ഒഴുക്കത്തുള്ളൂ. കനാൽ കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ മാക്സിമം ഒഴുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത എന്ത് കപ്പാസിറ്റി ആണോ കനാൽ എത്രമാത്രം വെള്ളം കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റിക്കാണോ ഡിസൈൻ ചെയ്തത്, അത് ഡിനോമിനേറ്ററിൽ. ന്യൂമിനേറ്ററിൽ എന്തോ നിലവിൽ നമ്മൾ എത്ര എമൗണ്ട് ഓഫ് വെള്ളം, ഓൺ ആൻ ആവറേജ് എത്ര എമൗണ്ട് ഓഫ് വെള്ളമാണ് ഒഴുക്കുന്നത്. അതായത് ഇതെന്തോ മനസ്സിലാക്കി തരുന്നത്, നമ്മൾ കനാൽ ഡിസൈൻ, നമ്മളൊരു പർട്ടിക്കുലർ വോളിയം ഓഫ് വാട്ടർ ഒഴുകാൻ വേണ്ടി ഡിസൈൻ ചെയ്ത കനാൽ നമ്മൾ അത് എത്രമാത്രം വൃത്തിക്ക് ഉപയോഗിക്കുന്നു എന്ന്. അതായത് ശരിക്കും നമ്മൾ 10 m³ വെള്ളം കൊണ്ടുപോകാനുള്ള ഒരു കനാൽ പണിഞ്ഞിട്ട് അതിനകത്ത് നിന്ന് 2 m³ മാത്രമാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ശരിക്കും ബാക്കിയുള്ള 8 m³ എക്സ്ട്രാ അവിടെ പണിഞ്ഞിട്ടത് വേസ്റ്റ് അല്ലേ, കോസ്റ്റ് വൈസ് ഒക്കെ നോക്കുമ്പോൾ. അല്ലെങ്കിൽ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാം. എന്തോ ആ കനാലിൽ കൂടെ ലോസസ് ഭയങ്കര കൂടുതലാണ്, മണ്ണിനടിയിലേക്കൊക്കെ വെള്ളം നഷ്ടപ്പെടുന്നത്. അപ്പോഴും അതിൻ്റെ എഫിഷ്യൻസി ഇല്ല, ആ കനാൽ പണിഞ്ഞതിൻ്റെ ഉപയോഗം ഇല്ലാതായി പോവുക. സോ അതുകൊണ്ട് എന്ത്, അത് ആ കനാലിൻ്റെ കപ്പാസിറ്റി അറിയാൻ, അതിനാണ് എന്ത് പറയുന്നത്? കപ്പാസിറ്റി ഫാക്ടർ. ഇവിടെ കപ്പാസിറ്റി ഫാക്ടർ എന്തൊരു 7/10.7 ഈ കേസിൽ. ഡെഫിനേഷൻ ഒന്ന് വായിക്കാം. എ കനാൽ ഈസ് ഡിസൈൻ ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫുൾ സപ്ലൈ ഡിസ്ചാർജ്. അതുകൊണ്ട് മീൻ സപ്ലൈ ഡിസ്ചാർജ് ബൈ ഫുൾ സപ്ലൈ ഡിസ്ചാർജ്. ഫുള്ള് ഡിസൈൻ ചെയ്യുന്ന എത്ര ആയിരുന്നോ അതിൻ്റെ എത്ര ശതമാനം ആണ് നിലവിൽ ഒഴുകുന്നത് എന്ന് പറയുന്നതാണെന്തോ കപ്പാസിറ്റി ഫാക്ടർ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഒരു ഇക്വേഷൻ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എപ്പോഴും ഒരു കനാൽ ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കനാലിൽ കൂടെ ഒഴുകുന്ന ഡിസ്ചാർജ് കണ്ടുപിടിക്കുമ്പോൾ ഡിസൈൻ ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു Q ആക്ച്വലി വേണ്ടുന്ന ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ എന്തൊക്കെ ചെയ്യണം? ടൈം ഫാക്ടർ ഇൻറ്റു കപ്പാസിറ്റി ഫാക്ടർ. അങ്ങനെ ടൈം ഫാക്ടറും കപ്പാസിറ്റി ഫാക്ടറും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം നമ്മളെപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ. ഓക്കെ, ഈ 2 ടേം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഔട്ട്ലെറ്റ് ഫാക്ടർ. ഇത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ തന്നെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഔട്ട്ലെറ്റ് ഡിസ്ചാർജ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തോ,
അതൊരു ഡ്യൂട്ടിയാണ്. എവിടെ കൺസിഡർ ചെയ്യുന്നത്? കനാൽ ഔട്ട്ലെറ്റിൽ കണ്ടുപിടിക്കുന്ന ഡ്യൂട്ടിക്കാണ് എന്ത് പറയുന്നത്? കനാൽ ഔട്ട്ലെറ്റ് ഫാക്ടർ. ഇത് നമ്മൾ ഓൾറെഡി കണ്ടത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 2-3 എക്സാമിന് പലപ്പോഴായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ടേംസാണ്. അതിൽ ആദ്യത്തേത് ക്യുമക് ഡേ. 1 ക്യുമക് ഡേ. അപ്പോൾ 1 ക്യുമക് ഡേ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന തോതിൽ ഞാനൊരു വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ. ഇപ്പോൾ എക്സാമ്പിളിനായിട്ട് ഞാനിവിടെ ഒരു ജാർ വരയ്ക്കുക. ശരിക്കും ഇത് ഫീൽഡിൽ കൊടുക്കുന്ന ആരും ഉദ്ദേശിക്കുക, നമ്മുടെ എക്സാമ്പിളിന് വേണ്ടി ചുമ്മാ ജാറിലേക്കാണ് കൊടുക്കുന്നതെന്ന് പറയാം. അപ്പോൾ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന രീതിയിൽ ഞാൻ ഇതിനകത്തോട്ട് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക. അന്നേരം എന്ത് ചെയ്യും? വെള്ളം വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും. എത്ര സമയം? ഫോർ 1 ഡേ. അത് 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന രീതിയിൽ ഞാൻ ഒരു ദിവസം മൊത്തം ഇതിനകത്തേക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നാൽ ഈ ജാറിനകത്ത് നിറഞ്ഞൊരു ക്വാണ്ടിറ്റി ഓഫ് വെള്ളം കിട്ടുമല്ലോ, സം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. ആ ക്വാണ്ടിറ്റി, അതിനാണ് എന്ത് പറയുന്നത്? ആ ക്വാണ്ടിറ്റിക്കാണ് എന്ത് പറയുന്നത്? 1 ക്യുമക് ഡേ. മനസ്സിലായോ? അപ്പോൾ 1 ക്യുമക് ഡേ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന തോതിൽ ഒരു ദിവസം മുഴുവൻ വെള്ളം നൽകിക്കൊണ്ടിരുന്നാൽ ടോട്ടൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് വെള്ളം വരും, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി വരും, അതിനാണ് എന്ത് പറയുന്നത്? 1 ക്യുമക് ഡേ. ഇനി 1 ക്യുമക് ഡേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ക്യുമക് എന്ന് പറഞ്ഞാൽ എന്താ? 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പോൾ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഡേ എന്ന രീതിയിൽ എനിക്ക് എഴുതാമല്ലോ. ഇനി ഇതിനകത്ത് ഡിനോമിനേറ്ററിൽ സെക്കൻഡാണ്, ന്യൂമിനേറ്ററിൽ ഡേ ആണ്. രണ്ടും ടൈമിൻ്റെ യൂണിറ്റാണ്. രണ്ടും ക്യാൻസലായി പോകും. എപ്പോൾ? ഡേയും കൂടെ ഞാൻ സെക്കൻഡിലാക്കണം. അത് നിങ്ങൾ എപ്പോഴും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു ദിവസം 1 ഡേ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 86400 സെക്കൻഡ്സ്. ഇതെല്ലാവർക്കും അറിയേണ്ട ഒരു ഡേറ്റ. അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഇൻറ്റു ഡേയ്ക്ക് വരും 86400 സെക്കൻഡ്. ഇനി എന്ത് ചെയ്യും? സെക്കൻഡും സെക്കൻഡും ക്യാൻസലായിട്ട് നമുക്ക് കിട്ടും 86400 മീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. 1 ക്യുമക് ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു ദിവസം മുഴുവൻ കൊടുത്താൽ കിട്ടുന്ന ക്വാണ്ടിറ്റി. ആ ക്വാണ്ടിറ്റിയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടി. എത്രയാണ് ആ വാല്യൂ എന്ന് പറഞ്ഞത്? 86400 എം ക്യൂബ്. അല്ലെങ്കിൽ എന്ത് പറയാം? 1 ക്യുമക് ഡേ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വല? 86400 മീറ്റർ ക്യൂബിന് ഈക്വല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എന്താ ഫാക്ടർ ഉപയോഗിച്ച് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കാം. ഇനി ഇതിനെ ഒരു രീതിയിലൂടെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഈ 86400 എനിക്ക് എങ്ങനെ എഴുതാം? 86400 മീറ്റർ ക്യൂബിനെ എനിക്ക് മീറ്റർ സ്ക്വയർ ഇൻറ്റു മീറ്റർ എന്ന് എഴുതാമല്ലോ, കുഴപ്പമില്ല. അങ്ങനെ നിങ്ങൾക്ക് ഒരു കൺവേർഷനൂടെ അറിയേണ്ടതുണ്ട്. എന്താ? 1 ഹെക്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁴ മീറ്റർ സ്ക്വയർ. ഇതെല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ 86400 എനിക്ക് 8.64 ഇൻറ്റു 10⁴ എന്ന് എഴുതാമോ? എഴുതാമല്ലോ. കാരണം ഇവിടെ നിന്ന് 2, 3, 4 പോയിൻറ്റ് മാറിയാൽ 86400 വരും. ഇത്രയും 8 ഇൻറ്റു 10⁴ മീറ്റർ സ്ക്വയർ ഇൻറ്റു മീറ്റർ. ഇയാൾ നോക്കി 10⁴ മീറ്റർ സ്ക്വയർ. ഇതിനെന്ത് എനിക്ക് എഴുതാം? ഇതിന് പകരക്കാരനായിട്ട് ഹെക്ടറിന് എഴുതാമല്ലോ. അപ്പോൾ ഇതെന്ത് വരും? 8.64 ഹെക്ടർ മീറ്റർ. അല്ലെങ്കിൽ എനിക്ക് എന്തും പറയാം, 1 ക്യുമക് ഡേ ഈസ് ഓൾസോ ഈക്വൽ ടു എന്ത്? 8.64 ഹെക്ടർ മീറ്റർ. ഇതേത് പറഞ്ഞാലും ശരി. അപ്പം കൺവേർഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണം. ഇത് ഏത് സബ്ജക്റ്റിന് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ ഞാൻ ഇതിനകത്ത് ഒരു എക്സാമ്പിൾ വന്നുകൊണ്ട് ഞാൻ കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ക്വാണ്ടിറ്റിയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഈ വാല്യൂ ഒന്നും ബൈ ഹാർട്ട് ചെയ്യരുത്, കൺവേർഷൻസ് അറിഞ്ഞിരിക്കുക, അത്ര തന്നെ. ഓക്കെ, അതാണ് ക്യുമക് ഡേ. നെക്സ്റ്റ് ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പിറേഷൻ റേഷ്യോ. ഇത് അധികം ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ, പക്ഷേ ആ ഡെഫിനേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. ട്രാൻസ്പിറേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ഓഫ് വാട്ടർ ട്രാൻസ്പയർഡ് ബൈ ദ പ്ലാന്റ്സ് ഡ്യൂറിങ് ഇറ്റ്സ് എൻറ്റയർ ഗ്രോത്ത് പീരീഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ഡ്രൈ മാറ്റർ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്, അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പലപ്പോഴായിട്ട് പല കപ്പാസിറ്റികൾ പഠിച്ചു. അപ്പം ആദ്യം പഠിച്ച CCA ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ, അതിനകത്ത് എന്താ മനസ്സിലാക്കിയത്?
ടോട്ടൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയയെ നമ്മൾ എത്രമാത്രം നന്നായിട്ട് ഉപയോഗപ്പെടുത്തി. പിന്നെ അന്ന് നമ്മൾ എന്ത് പറഞ്ഞു? കപ്പാസിറ്റി ഫാക്ടർ. കനാലിൻ്റെ കേസിൽ എന്ത് നമ്മൾ പഠിച്ചു? ഇപ്പം നമ്മൾ കനാലിൽ എത്രയോ എമൗണ്ട് ഓഫ് വെള്ളം കൊണ്ടുപോകാനാണെന്ന് പണിഞ്ഞത്, പക്ഷേ നിലവിലത് എത്ര വെള്ളം കൊണ്ടുപോകുന്നു, അത് കനാൽ എത്ര കപ്പാസിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നറിവ് തരും. ഇത് അതുപോലെ മൂന്നാമത്തൊരു കേസ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇതൊരു ഫീൽഡാണെന്ന് വെച്ചോ. ഇതിനകത്ത് ഒരുപാട് ക്രോപ്പുണ്ട്. നമ്മുടെ എക്സാമ്പിളായിട്ട് ഞാൻ ഒരു ക്രോപ്പേ അസ്യൂം ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ റൂട്ടും കാര്യങ്ങളും താഴേക്ക് ഉണ്ട്. ഈ ഗ്രൗണ്ടിൽ എന്തുണ്ട്? വാട്ടറുണ്ട്. അപ്പോൾ ചെടി വളരാൻ നേരം എന്ത് ചെയ്യും? ഇത് താഴെ നിന്ന് ആയിരത്തിപ്പിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ഇതിനകത്ത് വെള്ളം വലിച്ചെടുക്കും. ചെടി വളർന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ രൂപത്തിലേക്ക് എത്തിയത്. ഓക്കെ. അപ്പോൾ ചെടി ആദ്യം ഇത്ര ഉള്ളായിരുന്നു. ഇവിടുന്ന് വെള്ളം വലിച്ചെടുക്കുന്നതനുസരിച്ച് ഉപയോഗപ്പെടുത്തി എന്ത് ചെയ്യുന്നുണ്ട്? ചെടി ഇതാ വളർന്നു വരുന്നു. ഓക്കെ. ഇനി ഈ ട്രാൻസ്പിറേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ ചെടി വളരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവിടുന്ന് വെള്ളം വലിച്ചെടുത്ത് കുറച്ച് വെള്ളം എന്ത് ചെയ്യും? ചെടിയുടെ ഫോട്ടോസിന്തസിസിനായിട്ട് ഉപയോഗിക്കും. കുറച്ച് വെള്ളം ട്രാൻസ്പിറേഷനിലൂടെ പുറന്തള്ളും. അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ വെള്ളം ആരാ ഒഴിച്ചു കൊടുത്തത്? നമ്മൾ ഇറിഗേഷൻ ത്രൂ ആണ് കൊടുത്തത്. അപ്പോൾ ഈ ട്രാൻസ്പിറേഷൻ റേഷ്യോ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ വെള്ളം ചെടി ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഈ വെള്ളം ഉപയോഗിച്ച് ചെടി എത്രമാത്രം കാര്യമായിട്ട് വളർന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്നത് എന്തായാലും ഈ വെള്ളം ചെടി ഉപയോഗിക്കുക. ഈ വെള്ളം ഉപയോഗിച്ചിട്ട് ഇതിൽ നിന്നും നമുക്ക് കിട്ടിയ, അല്ലെങ്കിൽ ഇതിൽ നിന്നും വളർന്ന ആ ക്രോപ്പ് എത്രമാത്രം എഫിഷ്യൻ്റായിട്ട് ഈ വെള്ളം ഉപയോഗിച്ച് വളർന്നു എന്ന് മനസ്സിലാക്കി തരുന്ന ടേമാണെന്ത്? ട്രാൻസ്പിറേഷൻ റേഷ്യോ. അതുകൊണ്ടാണ് ഇതിൻ്റെ ന്യൂമറേറ്റർ നിങ്ങൾ നോക്കിയേ, ടോട്ടൽ മാസ് ഓഫ് വാട്ടർ ട്രാൻസ്പയർഡ് ബൈ പ്ലാന്റ് ഡ്യൂറിങ് ഇറ്റ്സ് എൻറ്റയർ ഗ്രോത്ത്. അതായത് ചെറിയ കൊച്ചുനാളിൽ നിന്നും വളർന്ന് ഈ രൂപത്തിലേക്ക് എത്തുന്നതിനിടയിൽ എത്രമാത്രം വെള്ളം ട്രാൻസ്പയർ ചെയ്ത് കളഞ്ഞു. അത് ഒരു സമയത്ത് എക്സ് പോയി, ഒരു സമയത്ത് വൈ പോയി, ഒരു സമയത്ത് ഇസഡും പോയെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഗ്രോത്ത് പീരീഡിൽ മൊത്തം ഉപയോഗിച്ച വെള്ളം എത്ര? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ഡ്രൈ മാറ്റർ പ്രൊഡ്യൂസ്ഡ്. ഈ വളർന്ന സമയത്ത്, അല്ലെങ്കിൽ ചെടി വളർന്ന ഭാഗം ഇതാണല്ലോ, ചെടി ഇലയും അതിൻ്റെ ശിഖരങ്ങളൊക്കെ ഉള്ളത്. ആ സാധനത്തിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഒരു ഉണക്ക കമ്പ്, ഉണക്ക ഇലകളൊക്കെ ആയിട്ട് കിട്ടുമല്ലോ, ആ സാധനം അങ്ങനെ. അതായത് ഉണക്ക എന്ന് ഉദ്ദേശിക്കാൻ കാരണം എന്താ? അതിനകത്ത് ഒരു തരി പോലും വെള്ളമില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടുന്ന് ഉപയോഗിക്കുന്ന വെള്ളം ഈ ഫോട്ടോസിന്തസിസ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ചെടിയുടെ ഉള്ളിൽ ഇലകളിലും നിങ്ങളൊരു ഇലയൊക്കെ പിച്ച് ചുമ്മാ ചെറുതായിട്ട് അതിനകത്തൊരു സ്ക്രാച്ച് ചെയ്ത് നോക്കി അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം കാണാം. അപ്പോൾ ചെടിക്കകത്തും വെള്ളം കുറേ സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടോ? കുറച്ച് വെള്ളം ട്രാൻസ്ഫർ ചെയ്തു. ഇതിനൊക്കെയാണ് വെള്ളം ഉപയോഗിച്ചത്. ഇപ്പോൾ ട്രാൻസ്പിറേഷൻ റേഷ്യോ എന്ന് വെച്ചാൽ അതിൻ്റെ വളർച്ചക്കാലത്ത് മൊത്തം ചെടി ഉപയോഗിച്ച വെള്ളം ഡിവൈഡഡ് ബൈ അതിൻ്റെ ചെടി ആ വെള്ളം ഉപയോഗിച്ച് ചെടിക്ക് ഡെവലപ്പായ പാർട്ട്, അതെന്ന് പറഞ്ഞാൽ ആ ഇല, കരിഞ്ഞ ഇല അല്ലെങ്കിൽ ആ ഉണക്ക ശിഖരം, കാരണം വെള്ളം റിമൂവ് ചെയ്തിട്ടുള്ള പാർട്ട്, അതിൻ്റെ മാസ് ഞാൻ കാണിക്കുക. മാസ് ഓഫ് ഡ്രൈ മാറ്റർ, അത് ഞാൻ ടി കിലോഗ്രാം എന്നിടുക ബൈ ടി. ഇതിനാണെന്ത്? ട്രാൻസ്പിറേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ബേസിക്കലി ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ഉപയോഗിച്ച് ചെടി എത്രത്തോളം എഫക്റ്റീവായിട്ട് വളർന്നു. ഓക്കെ, അത് വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിന് ചോദിക്കാം. പക്ഷേ എങ്കിലും ഈ ടേം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഡെഫിനേഷൻ മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ടേം കൺസംപ്റ്റീവ് യൂസ്. കൺസംപ്റ്റീവ് യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞു, പലപ്പോഴായിട്ട് നമ്മൾ കൺസംപ്റ്റീവ് യൂസ് എന്താണെന്ന് പറയുന്നുണ്ടായിരുന്നു. കൺസംപ്റ്റീവ് യൂസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫീൽഡാണ്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞതിൻ്റെ റൂട്ട് ക്രോപ്പുണ്ട്, ക്രോപ്പിന് റൂട്ടുണ്ട്, മണ്ണിനടിയിൽ വെള്ളമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വെള്ളം, ചെടിക്ക് ആവശ്യമായ വെള്ളം എന്നാണ് ബേസിക് ഡെഫിനേഷൻ. കൺസംപ്റ്റീവ് യൂസ് നമുക്ക് ഡെഫിനേഷൻ ഒന്നുകൂടെ കണ്ടിട്ട് വരാം. കൺസംപ്റ്റീവ് യൂസ് ടോട്ടൽ വാട്ടർ യൂസ്ഡ് ബൈ ക്രോപ്പ് ഡ്യൂറിങ് ഇറ്റ്സ് ലൈഫ് ടൈം. എൻ്റെ ലൈഫ് ടൈമിൽ ടോട്ടൽ ചെടി ഉപയോഗിച്ച വെള്ളത്തിനാണ് എന്ത് പറയുന്നത്? കൺസംപ്റ്റീവ് വാട്ടർ. നമുക്ക് അതിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകാം, കാരണം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്.
ഇപ്പോൾ ഇവിടെ ഉള്ള വെള്ളം ചെടി റൂട്ട്സ് ഉപയോഗിച്ച് വലിച്ചെടുക്കുമല്ലോ. എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? കുറച്ച് ഫോട്ടോസിന്തസിസിന് ഉപയോഗിക്കും, കുറച്ച് എന്ത് ചെയ്യും, ട്രാൻസ്പിറേഷൻ ചെയ്ത് വെളിയിലേക്ക് പോകും. അപ്പോൾ അതിനും ഉപയോഗിക്കും. അപ്പോൾ കൺസംപ്റ്റീവ് യൂസ് എന്ന് പറഞ്ഞാൽ വാട്ടർ യൂട്ടിലൈസ്ഡ് ബൈ പ്ലാന്റ്. അപ്പം അത് ഞാൻ എടുത്തിങ്ങനെ വീണ്ടും എഴുതാനുള്ള റീസൺ, ഈ കേസിൽ അത് എന്തൊക്കെ വരും? ഒന്ന്, ട്രാൻസ്പിറേഷൻ ലോസ്. രണ്ടെന്ത് ആ ചെടിയുടെ ഫോട്ടോസിന്തസിസിനായിട്ട് കുറേ ഉപയോഗിക്കത്തില്ലേ, ഫോർ ഫോട്ടോസിന്തസിസ്. അതും വെള്ളം ഉപയോഗിക്കുമല്ലേ, ഫോട്ടോസിന്തസിസ്. പിന്നെ കുറച്ചെന്തു ചെയ്യും, ഈ ചെടിയുടെ ഗ്രൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ ചെടി നിൽക്കുന്നതിൻ്റെ മൂട്ടിൽ നിന്നൊക്കെ ഇവാപ്പറേഷനായിട്ട് കുറച്ച് സൂര്യപ്രകാശം അടിച്ചു പോലോ. 3 ഇവാപ്പറേഷൻ. ഇതിനൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചെടി വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപയോഗം, ഈ കാര്യങ്ങൾക്കായിട്ട് വെള്ളം, ചെടി ഉപയോഗിച്ച വെള്ളം, അല്ലെങ്കിൽ എന്തു പറയാം, ചെടിക്ക് വളരണമെങ്കിൽ ചെടിക്ക് ആവശ്യമായ വെള്ളം ഇതാണ്. ഈ വെള്ളം ഉണ്ടെങ്കിൽ ചെടിക്ക് വൃത്തിക്ക് വളരാൻ പറ്റും. അതിനാണ് എന്ത് പറയുന്നത്, കൺസംപ്റ്റീവ് യൂസ്. നമ്മൾ സി സഫിക്സിൽ സ്മോൾ ലെറ്റർ യു ഇട്ടിട്ട് കൺസംപ്റ്റീവ് യൂസ് എന്ന് പറയും. ഓക്കെ. ഇനി ഇതിനകത്ത് നമുക്ക് മെഷർ ചെയ്ത് എടുക്കാൻ ഈസി ആയിട്ട് പറ്റുന്ന ട്രാൻസ്പിറേഷൻ ലോസ് കുഴപ്പമില്ല, ഇവാപ്പറേഷൻ കുഴപ്പമില്ല, ഫോട്ടോസിന്തസിസിന് ഉപയോഗിച്ച് ഒന്നും മെഷർ ചെയ്തെടുക്കാൻ എളുപ്പമല്ല. അതുകൊണ്ട് ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, ഓൾമോസ്റ്റ് ഈക്വൽ ടു ഇവാപ്പറേഷൻ പ്ലസ് ട്രാൻസ്പിറേഷൻ ലോസ്, അതിന് തുല്യമാണെന്ന് പറയും. ഓക്കെ. അപ്പോൾ കൺസംപ്റ്റീവ് യൂസ് വേണമെങ്കിൽ എന്ത് പറയാം, ഇറ്റ് ഈസ് ഈക്വൽ ടു ഇവാപ്പറേഷൻ ലോസ് പ്ലസ് ട്രാൻസ്പിറേഷൻ ലോസ്. അതാണ് നമ്മൾ കൺസംപ്റ്റീവ് യൂസിൽ കണ്ടത്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ കൾച്ചറൽ കമാൻഡ് ഏരിയ. നമ്മൾ കുറച്ച് കൃഷിക്ക് അല്ലെങ്കിൽ ഒരു കനാലിൽ നിന്നും ടോട്ടൽ കൃഷി ചെയ്യാൻ അനുയോജ്യമായ സ്ഥലം എത്രയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഏരിയ ബേസ് ചെയ്ത് നമ്മളിതിനെ 2-3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ചെറിയ എക്സാംസ്, അതായത് ഓവർസിയർ എക്സാംസ്, JEE ലെവൽ എക്സാംസിനൊക്കെ ചിലപ്പോൾ ടേബിളായിട്ട് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. യൂഷ്വലി മേജർ, മൈനർ, മീഡിയം എല്ലാ ഇറിഗേഷൻ പ്രോജക്റ്റ്. മേജർ ഇറിഗേഷൻ പ്രോജക്റ്റ്, മീഡിയം ഇറിഗേഷൻ പ്രോജക്റ്റ്, മൈനർ ഇറിഗേഷൻ പ്രോജക്റ്റ്. അപ്പോൾ മേജർ ഇറിഗേഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ CC എത്ര വരുന്നത്, ഗ്രേറ്റർ ദാൻ 10,000 ഹെക്ടർ. മീഡിയം ഇറിഗേഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ CC എന്ത് വരും, 2000 to 10,000 ഹെക്ടറിൻ്റെ ഇടയിൽ. മൈനർ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 2000 ഹെക്ടർ. അപ്പോൾ നിങ്ങളൊരു ടേബിളാക്കി വെച്ചേക്കുക നിങ്ങളുടെ നോട്ടിൽ. ഇപ്പോൾ 10,000 ഹെക്ടറിനേക്കാൾ കൂടുതലാണ് കൾച്ചറൽ കമാൻഡ് ഏരിയ എങ്കിൽ അതെന്ത് ഇറിഗേഷൻ പ്രോജക്റ്റാന്ന് പറയാം, മേജർ. 2000-നും 10,000-നും ഇടയ്ക്കാണെങ്കിൽ മീഡിയം ഇറിഗേഷൻ പ്രോജക്റ്റ്. ലെസ് ദാൻ 2000 ഹെക്ടർ ആണെങ്കിൽ മൈനർ ഇറിഗേഷൻ പ്രോജക്റ്റ്. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇത് ചില എക്സാംസിന് ഈവൻ PSCയിൽ പോലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു CCയുടെ ബേസിസിൽ ഇറിഗേഷൻ പ്രോജക്ട്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് കാണാനുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത മൊഡ്യൂളിൽ കാണാം. താങ്ക് യു.